നിങ്ങൾ ഈ വീഡിയോ കാണുക. Shri Madhavji, how you doing? What do you have to say about the RSS burning Christians alive? What do you have to say about the RSS gang raping Muslim women? What do you have to say about the RSS massacring Christians and Muslims in India? Lynching people for eating beef? Hey Shri Madhavji, why are you in America? Why are you in America, Madhavji? What's your agenda? What's your agenda in this country? What are you trying to accomplish? What are you attempting to influence in terms of American politics? Who are you meeting with? Who are you meeting with? Are you reporting it? And most importantly, Shri Madhavji, what do you have to say about the RSS gang raping Muslim women? Raping Christian nuns? Nothing? ഈ വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന റാം മാധവിനോട് അവിടെയുള്ള ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഇവിടെ അമേരിക്കയിൽ വന്നത്? RSS എന്താണ് അമേരിക്കയിൽ കാര്യം? നിങ്ങൾ എന്ത് ഔട്ട്റീച്ചിനാണ് വന്നത്? നിങ്ങളിവിടെ കന്യാസ്ത്രീകളെ ലിഞ്ച് ചെയ്യുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞവർക്ക് മനസ്സിലാകാം അമേരിക്കയിലെ ഈ പറയുന്ന ഇന്ത്യക്കാരോട് വെറുപ്പിൻ്റെ സംഭവം വലിയ രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വലിയൊരു ഡെലിഗേറ്റ് പോയിട്ടുണ്ട്, അതായത് അമേരിക്കയിൽ. എന്തിനാ? ട്രേഡ് ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടി. ഫൈനൽ റൗണ്ട് ഒന്നാമതായിട്ട് ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇപ്പോഴാണ് അമേരിക്ക തുറന്ന് ഇവരോട് പറയുന്നത്, കാരണം നിങ്ങൾ ആ റഷ്യൻ ഓയിൽ മേടിക്കുന്ന മറ്റൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം. അതായത് നിങ്ങൾ അവരെ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്താൽ ഞങ്ങൾ റഷ്യൻ ഓയിൽ കൊണ്ടുവരും, മറ്റേ ടാരിഫ് കൊണ്ടുവരും, 18% കൊണ്ടുവരും, നിങ്ങളുടെ ഞങ്ങൾ ഒടിച്ചങ്ങ് മടക്കും. ഇത് തന്നെയാണ് സംഭവം. കാര്യങ്ങളും ഇപ്പോഴാണ് മോദി ഗവൺമെൻറ്റിന് കാര്യങ്ങൾ പ്രത്യേകിച്ച് പിടികിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് RSS ഇന്ത്യയിൽ. കാരണം BJPയുടെ പേരൻ്റ് സംഘടനയാണ്. ബജരാങ് ദളോ VSPയോ എന്ത് സംഭവമാണെങ്കിലും അതിൻ്റെയൊക്കെ പേരൻ്റ് സംഘടന RSS ആണ്. കാരണം RSS ആണ് സ്റ്റേക്ക് ഹോൾഡർ. ഈ പറയുന്ന ക്രൈസ്തവരെ ഇത്രയും അറ്റാക്ക് ചെയ്യുന്നു, മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നു, വല്ലാത്ത രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ മിഷണറി ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു, ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ഏതെങ്കിലും ഓർഡറും കൊണ്ടുവന്നിട്ട് വീടടിച്ച് പൊളിക്കുന്നു, ബൈബിൾ കൊണ്ടു കിടക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങളിത് ആദ്യം വിചാരിക്കണം, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്ന രാജ്യമല്ല.